സ്നോയിലൂടെ കാർ ഓടിക്കുമ്പോൾ ഇങ്ങനെ വളരെ സൂക്ഷിച്ച് മാത്രമേ ഓടിക്കാവുള്ളൂ. ഇങ്ങനെ സ്റ്റോപ്പ് പതുക്കെ നിൽക്കുക. പെട്ടെന്നൊന്നും ബ്രേക്ക് പിടിക്കരുത്. ഇപ്പം തന്നെ സ്ലോ ആക്കുക. ഇവിടുന്ന് വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല. സ്നോയാണ് എല്ലായിടത്തും. നടുക്കത്തെ ഉള്ള ലൈൻ കാണാൻ പറ്റുന്നില്ല. വേറെ കാറുകളുടെ ടയറിൻ്റെ അതേ കാറുകളുടെ ടയറിൻ്റെ ആ ഇതിക്കൂടെ തന്നെ പോകും. ആ കാണുന്ന റെഡ് ലൈറ്റ് ആണ്. ഇപ്പോഴേ സ്ലോ ആക്കാം. ബ്രേക്ക് പിടിക്കരുത്. പെട്ടെന്ന് ബ്രേക്ക് പിടിക്കരുത്. പതുക്കെ ബ്രേക്ക് പിടിക്കുക. അപ്പോൾ നമ്മളെ കഥകൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ജോലിയിൽ ഉണ്ടായിരുന്ന ഒരു വെയിറ്റർ 1 എന്ന് പറയാം. വെയിറ്റർ 1 മലയാളിയായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്ത വെയിറ്റർ 1ൻ്റെ പെരുമാറ്റം ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പുള്ളിയുടെ കൂടെ ഒരു ദിവസം കാറിലൊക്കെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഒരു തവണ ഞാൻ പോയിട്ടുള്ളൂ തോന്നുന്നു. പിന്നെ ഒരു ദിവസം പുള്ളി എന്നെ വിളിക്കാൻ വന്നു എന്ന് എനിക്ക് തോന്നണേ. ഞായറാഴ്ച ബസ്സില്ല എന്ന് എനിക്ക് തോന്നണേ. ശരിയാണല്ലോ, ഞായറാഴ്ച ബസ്സില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് പുള്ളി എന്നെ വിളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് ഞാൻ പൈസയൊന്നും കൊടുത്തില്ല. ഇന്നായിരുന്നു ഞാൻ പൈസ കൊടുത്തേനെ. റോഡിലുള്ള മാർക്കിംഗ് ഒക്കെ കാണാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഞാനൊരു ഊഹത്തിന് പോകുന്നതാണ്. എവിടെ ONY ഉള്ളി ഈ ആരോ മാർക്ക് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ആ കാറ് പോകുന്നതും ഏകദേശം ഒരു ഊഹം വെച്ചാണ് പോകുന്നത്. കൃത്യമായിട്ട് ലൈനൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ആ വെയിറ്റർ 1 വലിയ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ പുള്ളി നമ്മളോട് അത്ര ഇഷ്ടമല്ലാത്ത പോലെയൊക്കെ തോന്നി. എന്താണെന്നറിയില്ല. ഞാൻ പുള്ളി അങ്ങനെ കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചു എന്ന് പറയാനായിട്ടൊന്നും എന്നെ പഠിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഇങ്ങനെ വൈകുന്നേരം വരും ജോലിക്ക്. പുള്ളി ഏതോ കോളേജിലൊക്കെ പഠിക്കുന്ന ആളായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുവാണോ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കായിരുന്നു ഈ വൈകുന്നേരം ജോലി ചെയ്യാനായിട്ട് വരുമായിരുന്നു. അവസാനമായപ്പോൾ പുള്ളി അത്ര ആക്സിലേറ്റർ ചെയ്യുമ്പോൾ പതുക്കെ സ്ലോ ആയിട്ട് ആക്സിലേറ്റർ ചെയ്യണം. അതിൽ ചിലപ്പോൾ തെങ്ങും വീല് വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ കുറേയൊക്കെ സ്നോ പോയിട്ടുണ്ട് ഈ ഭാഗത്ത്. പിന്നെ അവസാനമായപ്പോഴേക്കും പുള്ളി അത്ര ഇല്ല. എന്നാലും പുള്ളിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും പുള്ളി നമ്മളോട് അധികമൊന്നും മിണ്ടില്ലായിരുന്നു അവസാനമായപ്പോൾ. ആദ്യമൊക്കെ ഞാനിങ്ങനെ വൈഫൈ എങ്ങനെ ലാപ്ടോപ്പിൽ കിട്ടണമെന്നൊക്കെ ഇങ്ങനെ പുള്ളിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു വൈഫൈ ഇങ്ങനെ വഴിയുടെ വലതുവശത്ത് അടിയിലൊരു മൂലയിലൊരു ഇങ്ങനെ വൈഫൈയുടെ ചിഹ്നം കാണും, അവിടെ ഞെക്കിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പുള്ളി പറഞ്ഞു. അതെൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നെ അല്ലാതെ വേറെ വലിയ ഒന്നുമില്ല. പുള്ളിയുടെ കാറിലൊരു റിമോട്ട് കൺട്രോളർ ഉണ്ടായിരുന്നു. അപ്പോൾ റിമോട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പുള്ളിയുടെ കാറിൽ റിമോട്ട് സ്റ്റാർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് അത്ഭുതമായിരുന്നു. തണുപ്പ് കാലത്ത്
കാർ സ്റ്റാർട്ടാക്കാനൊക്കെ ചൂടാക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കണ്ടു. വെയ്റ്റർ 2-ന്റെ കാര്യം പറയാം. അതൊരു മലയാളി ചേട്ടനാന്ന് തോന്നണു, കുറച്ച് പ്രായമുണ്ട്. വെയ്റ്റർ 1-ന് വലിയ പ്രായമില്ലായിരുന്നു. വെയ്റ്റർ 2-ന് കുറച്ച് പ്രായമുള്ള പോലെ എനിക്ക് തോന്നി. പുള്ളി ഒരു സിഗരറ്റൊക്കെ വലിക്കുന്ന ഒരാളായിരുന്നു. പുള്ളി ഇങ്ങനെ പുറകിൽ കൂടെ ഇറങ്ങുന്നത്. അപ്പോൾ വാതിൽ ഇങ്ങനെ പുറത്തെ ഡോർ ഇങ്ങനെ വൺ വേ അകത്തുനിന്ന് തുറക്കാൻ പുറത്തുനിന്ന് തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ അകത്തുനിന്ന് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടയ്ക്കും. അങ്ങനെയാണ് റെസ്റ്റോറൻറ്റിൻ്റെ വാതിൽ അടച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അടച്ച് പുള്ളിയുടെ കൂടെയൊക്കെ ഇങ്ങനെ പുള്ളി തന്നെ ചില ദിവസങ്ങളിലൊക്കെ ജോലി താമസ സ്ഥലത്ത് കൊണ്ടുവിടുമായിരുന്നു. പുള്ളി കുറേ ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കിങ്ങനെ വലിയ മോശമായിട്ട് തോന്നുന്നു. പുള്ളി ഒരു കൂടെ മനുഷ്യനായിരുന്നു. പുള്ളിയുടെ കൂടെ ഒരു ദിവസം ന്യൂജേഴ്സിയിൽ പോയി പെട്രോൾ ഒഴിക്കാനായിട്ട്. പുള്ളി പറഞ്ഞു ന്യൂജേഴ്സിയിൽ വിലക്കുറവാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിട്ട് എൻ്റെ ഓർമ്മയുണ്ട്. അതിന് പുള്ളി ഒരു ദിവസം റെഡ് ലൈറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് തിരിച്ച് ഇങ്ങനെ പോകണം കേട്ടോ. റെഡ് ലൈറ്റ് ആണെങ്കിലും നമുക്കിങ്ങനെ വലത്തേക്ക് തിരിയണമെങ്കിൽ കാറ് നിർത്തി കഴിഞ്ഞിട്ട് തിരിഞ്ഞു പോകാം. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റും ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പുതിയ അറിവായിരുന്നു. പുള്ളി തന്നെ ഒരു ദിവസം താമസ സ്ഥലത്തിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ അവിടെ ഒരു ഇന്ത്യൻ മലയാളം സിനിമ കാണിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, മാവേലി തിയേറ്റർ. ആ തിയേറ്റർ എനിക്ക് കാണിച്ചു തന്നു. ഇതാണ് താമസ സ്ഥലത്തിൻ്റെ അടുത്തായതുകൊണ്ട് പുള്ളി ഇങ്ങനെ കാണിച്ചു തന്നു. ഇതാണ് മലയാള സിനിമ കാണിക്കുന്ന സ്ഥലം. അന്നൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇങ്ങനെ യൂട്യൂബിലൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ സിനിമ തിയേറ്ററിലൊക്കെ പോയി കൂടുതൽ കാണുമായിരുന്നു. കാരണം വേറെ അങ്ങനെ ഓപ്ഷൻസ് ഇല്ല. ഓപ്ഷൻസ് ഉള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് OTT ഒന്നും വന്നുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ TV ചാനലും കിട്ടാൻ ഭയങ്കര പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ബോക്സൊക്കെ വെച്ച് വേണം അന്നൊക്കെ TV ചാനൽ കിട്ടാനായിട്ട്. ഞാനീ പറയുന്നത് 2009 കാര്യമാണ് പറയണത്. 2009 ആദ്യം മാർച്ച് മാസം എന്ന് പറയാം കൃത്യമായിട്ട്. കാരണം ഞാനൊരു അവിടെ ഒരു മാസമാണ് കൃത്യം ജോലി ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത്. മാർച്ച് അവസാനമായപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് പോകും. അപ്പം ആ സമയത്തെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ സിനിമ കാണാനൊക്കെ CD വാങ്ങിക്കണം. CD കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇന്ത്യൻ സ്റ്റോറിൽ ചെന്നാലേ CD കിട്ടുള്ളൂ. അപ്പോൾ ഒരു സിനിമ തിയേറ്ററൊക്കെ കാണിച്ചു തന്നു. അങ്ങനെയൊക്കെ ഹെൽപ്ഫുൾ ചെയ്തൊരു ആളാട്ടോ. പക്ഷെ പുള്ളിയായിട്ടൊക്കെ കോണ്ടാക്റ്റൊക്കെ പോയി. പുള്ളിയുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു ദിവസം പുള്ളിനെ ഞാൻ വിളിച്ചു ഈ ജോലിയൊക്കെ നിർത്തി കഴിഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാണ്ടൊക്കെ ബസ് വെച്ചു. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതായിരുന്നു. ഞാൻ ന്യൂയോർക്കിൽ നിന്ന് പോവുകയെന്നൊക്കെ ഇങ്ങനെ പറയാനോ അല്ല എവിടെയോ എങ്ങോട്ടോ പോകാനായിട്ട് അങ്ങനെ എന്തോ എങ്ങോട്ടോ പോവുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ വിളിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എനിക്ക് തോന്നിയത് ഉറങ്ങുവാണെന്നായിരിക്കുമോ അതോ എന്താണോ. അപ്പോൾ പുള്ളി തിരിച്ചും വിളിച്ചിട്ടില്ല. ആ ഫോൺ നമ്പർ എനിക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു. പുള്ളി ഞാൻ അവിടുന്ന് ജോലി നിർത്തി കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചതായിട്ട് എന്നെ വിളിച്ചിട്ടുമില്ല. വിളിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എനിക്ക് എന്നെ കിട്ടാത്തതാണോ അതോ എന്നറിയില്ല. കിട്ടാത്തതാണോ എന്നറിയില്ല. പക്ഷെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ അങ്ങോട്ടും വിളിച്ചില്ല. അങ്ങനെ വെയ്റ്റർ 2-ന്റെ കാര്യം തീർന്നു. വെയ്റ്റർ 1 ആയിട്ട് പിന്നെ ഒരു കോണ്ടാക്റ്റും ഉണ്ടാകില്ല. പുള്ളി ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. കോണ്ടാക്ട് ചെറുതായിട്ടുണ്ടായി. കാരണം പുള്ളിയുടെ ഇമെയിലൊക്കെ കണ്ട എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എങ്ങനെയാണോ ചാറ്റിൽ കിടപ്പണം. അന്നൊക്കെ ഗൂഗിൾ ചാറ്റ് ഉണ്ടായിരുന്നല്ലോ. ഗൂഗിൾ Gmail കൂടെ ചാറ്റ് ചെയ്യാമല്ലോ.
അപ്പം അങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ പുള്ളിയോട് ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാനിങ്ങനെ പുള്ളീനെ ഇങ്ങനെ ഒരാളുടെ ഫോൺ നമ്പർ, ആ ചേച്ചിയുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ആ ചേച്ചിയുടെ ഫോൺ നമ്പർ ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി എനിക്ക് തന്നു കേട്ടോ. പിന്നെ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. പുള്ളി പിന്നെ എവിടെ പോയെന്ന് യാതൊരു അറിവില്ല. യാതൊരു അറിവെന്നല്ല, ഞാനൊരു ദിവസം ലിങ്ക്ഡിനിലെങ്ങാണ്ട് കണ്ടു പുള്ളി എന്തോ എഞ്ചിനീയറായിട്ടോ എങ്ങാണ്ട് എവിടെയോ ജോലി ചെയ്യുകയാണെന്ന് കണ്ടു. പിന്നെ അറിവില്ല. പിന്നെ മറ്റേ വെയിറ്റർ 2 പറ്റി യാതൊരു വിവരവുമില്ല. എന്ത് ചെയ്തു എന്ന് പോലും അറിയില്ല, എവിടെയാണെന്ന് പോലും അറിയില്ല. ഗ്യാസ് സ്റ്റേഷൻ തുടങ്ങിയില്ലേ, അപ്പം അവിടെ അങ്ങോട്ട് ചെന്നപ്പോൾ 2 ഉണ്ടായിരുന്നു. കള്ള് ടോം പോലെ ഒരാളുണ്ടായിരുന്നു, വേറൊരു ആളും ഉണ്ടായിരുന്നു. 2 പേരും മലയാളികളായിരുന്നു. ആദ്യത്തെ താമസ സ്ഥലത്ത് പിന്നെ ഒരാഴ്ച കണ്ട് താമസമുള്ളൂ. പിന്നെ രണ്ടാമത്തെ താമസ സ്ഥലത്ത്, അപ്പം ആദ്യത്തെ താമസ സ്ഥലത്തിൻ്റെ അവിടെ ആയിരുന്നപ്പോൾ ഞാനിങ്ങനെ ലാപ്ടോപ്പൊക്കെ ഇങ്ങനെ അവിടെ വെച്ചിരിക്കുമായിരുന്നു. ലാപ്ടോപ്പിൻ്റെ പാസ്വേഡൊന്നുമില്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പം മറ്റേ രണ്ടാമത്തെ പുള്ളിയില്ലേ, അതായത് കൾട്ടോം അല്ലാത്ത പുള്ളി ലാപ്ടോപ്പൊക്കെ തുറന്നു നോക്കിയപ്പോൾ നിൻ്റെ ജിമെയിൽ തുറന്നു വന്നു എന്നൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞു. ഓക്കെ, ഇവനെന്തിനാ എൻ്റെ ലാപ്ടോപ്പ് തൊടാൻ പോകുന്നത്? അനുവാദമില്ലാതെ എങ്ങാനും ഞാൻ തിരിച്ച് പുള്ളിയുടെ സ്ഥാനത്ത് തൊട്ടെന്ന് പറഞ്ഞാൽ പുള്ളി എന്തൊക്കെ പറയുമെന്നറിയാം എനിക്ക് തോന്നണേ. അതുകൊണ്ട് ലാപ്ടോപ്പ് നോക്കുന്നുണ്ടോ തൊടുന്നുണ്ടോ ഒന്നും പറ്റി എനിക്കറിയില്ല. പിന്നെ ഇതിനെപ്പറ്റി ഒന്നും അധികം പറഞ്ഞായിട്ട് എനിക്കറിയില്ല. എന്നിട്ട് ആഴ്ച താമസ സ്ഥലത്ത് കുറച്ച് നാളുണ്ടായിരുന്നു, ഒരാഴ്ച അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ താമസ സ്ഥലത്തേക്ക് പോയി. അതും ഒരു വീടായിരുന്നു. വീടിൻ്റെ കുറച്ച് ഭാഗം റെന്റിന് കൊടുക്കുന്നു. അങ്ങനെ സെറ്റപ്പായിരുന്നു. അവിടെ കുറച്ച് നാളത്തേക്കുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ലിക്കർ കടയോ പൂക്കടയൊക്കെ കണ്ടായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. ജോലിക്ക് നമ്മൾ നടന്നല്ലേ പോകുന്നത്. അപ്പം നടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ പൂക്കടയൊക്കെ കണ്ടിട്ടുണ്ട്. അത് എന്നാണെന്നും ഒരു കൃത്യമായിട്ടില്ല. പിന്നെ അതിൻ്റെ ഇവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ ഷോപ്പിംഗ് സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ സബ്വേ ഉണ്ടായിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നടന്ന് പോയിട്ടാണ് ജോലി സ്ഥലത്ത് എത്തിക്കൊണ്ടിരുന്നത്. ഇതാണ് ടോളിൻ്റെ സാധനം. ഇങ്ങനെ ഇവിടെ ഒരു ടോളിൻ്റെ ഇപ്പോൾ സ്റ്റിക്കറാണ്. സ്റ്റിക്കർ അല്ലെങ്കിൽ ഒരു ചെറിയ സാധനം ഇങ്ങനെ ഗ്ലാസ്സിൻ്റെ അവിടെ ഒട്ടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ അതിലാണ് ടോളിൻ്റെ ചാർജ് ചെയ്യുന്നത്. അത് വഴിയാണ്. അങ്ങനെയൊക്കെ മുമ്പിൽ കാണുന്നത് ഉപ്പിടുന്ന ട്രക്കാണ്. ഉപ്പുകൊണ്ട് അത് പിന്നെ തള്ളി സ്നോയും തള്ളുന്ന യന്ത്രമാണ് അതിന് മുമ്പിലുണ്ട്. സ്നോ ഇങ്ങനെ ഉപ്പിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ഉപ്പ് വിതറിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആ 2 ട്രക്ക് ഇങ്ങനെ 2 ലൈനും കൂടെ ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പിൽ.